ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കുള്ള അറിയിപ്പുകൾ. ഇതുവരെ 5 മാസത്തെ കുടിശ്ശികയാണ് കിട്ടാനുള്ളത്. 5 മാസത്തെ 8000 രൂപയാണ് എല്ലാവർക്കും ക്ഷേമ പെൻഷൻ കിട്ടാനുള്ളത്. 1600 രൂപ വെച്ച് 8000 രൂപയാണ്. അതിലെ കുടിശ്ശികയുടെ ഈ ഡിസംബർ മാസം 23-ാം തീയതി തിങ്കളാഴ്ച 1600 രൂപ വെച്ച് എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. 68 ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ഇതിൻ്റെ ഗുണം ലഭിക്കുന്നത്. ഇതിനുവേണ്ടി റിസർവ് ബാങ്കിൽ നിന്നും 1200 കോടി കടമെടുത്തിട്ടുണ്ട്. അത് അക്കൗണ്ടിലേക്ക് വകയിരുത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാനുള്ള ക്രെഡിറ്റ് മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ അനധികൃതമായി പെൻഷൻ വാങ്ങുന്നവർക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയും സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് ഇരുന്ന് പെൻഷൻ പറ്റുന്നവർ പിന്നെയും ക്ഷേമ പെൻഷൻ വാങ്ങുന്നതിന് നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതുകൂടാതെ കുടിശ്ശിക വാങ്ങുന്നവർക്ക് ബാക്കി 4 മാസത്തെ കുടിശ്ശിക ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഈ സാമ്പത്തിക വർഷം തീരുന്നതിന് മുന്നേ കൊടുത്തു തീർക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു. അതായത് ബാക്കി 3 ഗഡു കൂടെ ചേർത്ത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ 3200 രൂപ വെച്ച് എല്ലാവർക്കും കിട്ടുന്നതാണ്. അതിനുള്ള നടപടിക്രമങ്ങളാണ് സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞത്. ഇത് കൂടാതെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അതിനുള്ള ദിവസക്കൂലി കൂട്ടുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചും സർക്കാർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് അതിനുള്ള ദിവസക്കൂലി കൂട്ടുന്നതിനുള്ള 400 രൂപയാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടിയും കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനോട് അപേക്ഷയും അതിൻ്റെ ദിവസ ചെലവുകളും എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞു. അതിനും പുതിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. ജനുവരി മാസങ്ങളിൽ പുതിയ അപ്ഡേഷൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ